നമസ്കാരം കൂട്ടുകാരെ. നല്ലൊരു പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് 1 കിലോ കപ്പ നന്നായി വൃത്തിയാക്കി അടുപ്പിൽ വെക്കുക. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അത് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടെ ചതച്ചെടുക്കാം. ഇപ്പോൾ അത് കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് ഊറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കുഞ്ഞുമത്തിയും കൂടെ പൊരിച്ചെടുക്കാം. നല്ല മുരിഞ്ഞ് കുഞ്ഞുമത്തിയും പാൽക്കപ്പയും നല്ല രുചിയായിരിക്കും. പിന്നെ നമ്മൾ അതിലോട്ട് നല്ല തേങ്ങാപ്പാലെടുത്തത് ചേർത്ത് വെച്ച് ഇളക്കി ഒന്നും കൂടി ഒന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കണം. കപ്പ നല്ല പാൽ പോലെ ഇരിക്കണം. ഇപ്പം ഏകദേശം ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഒന്ന് കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നന്നായി കുറുകിയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. കപ്പ ഇരുന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി അങ്ങ് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിക്കോളും. അപ്പോഴേക്കും നമുക്ക് അതിനിടാനുള്ള താളിച്ചിടാനുള്ളതൊക്കെ റെഡിയാക്കാം. കറിവേപ്പിലയും കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ നമുക്ക് അതിനകത്തോട്ട് താളിച്ചൊഴിക്കാം. ഇപ്പം അടിപൊളി പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് നല്ല കുഞ്ഞുമത്തിയുടെ കൂടെ കഴിക്കാം.